ഓരോ ദിവസവും ലോകത്തിലെ ഏകദേശം 20% എണ്ണ ഇറാനും ഒമാനും ഇടയിലുള്ള സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ കടന്നുപോയിരുന്നു. ഇതിന്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം 21 മൈൽ മാത്രമേ ഉള്ളൂ. എന്നാൽ സത്യത്തിൽ കപ്പലുകൾ പോകുന്ന മെയിൻ ചാനലുകൾക്ക് ഒരു വശത്തേക്ക് വെറും 2 മൈൽ വീതി മാത്രമേ ഉള്ളൂ. ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് ദിവസവും കോടിക്കണക്കിന് ബാരൽ ഓയിൽ കടന്നു പോകുന്നത്. ഒരു ചെറിയ പിഴവ് പോലും വലിയൊരു യുദ്ധത്തിന് കാരണമായേക്കാവുന്ന ഭൂമിയിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണിത്. അങ്ങനെയെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് ഒഴിവാക്കി കപ്പലുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? പതിറ്റാണ്ടുകളായി എഞ്ചിനീയർമാരും സ്ട്രാറ്റജിസ്റ്റുകളും ഒരു റെവല്യൂഷണറി ഐഡിയ ചർച്ച ചെയ്യുകയാണ്. ഒമാന്റെ മുസാണ്ടം പെനിൻസുലയിലെ മലനിരകൾക്കിടയിലൂടെ ഒരു കൂറ്റൻ കനാൽ നിർമ്മിക്കുക. ഇത് കപ്പലുകളെ കടലിടുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ സഹായിക്കും. അപ്പോൾ എന്താണ് ഈ $100 ബില്യൺ പദ്ധതി എന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദി നൈൽ ഡീകോഡ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കേന്ദ്രമാണ് പേർഷ്യൻ ഗൾഫ്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന മിക്കവാറും എല്ലാ ടാങ്കറുകളും ഒരൊറ്റ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്, ഹോർമൂസ് കടലിടുക്ക്. ലോകത്തെ ഇത്രയധികം സാമ്പത്തിക പ്രാധാന്യമുള്ള മറ്റു സ്ഥലങ്ങൾ കുറവാണ്. മറ്റ് വ്യാപാര പാതകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ബദൽ മാർഗങ്ങൾ വളരെ കുറവാണ്. സൗദിയും UAEയും ഒക്കെ പൈപ്പ് ലൈനുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കപ്പലുകൾ വഴി പോകുന്ന അത്രയും എണ്ണ ഇതിലൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഒമാന്റെ വടക്കേ അറ്റത്തുള്ള മുസന്തം പെനിൻസുലയിൽ ഒരു കനാൽ നിർമ്മിച്ചാൽ കപ്പലുകൾക്ക് ഡയറക്റ്റായി സമുദ്രത്തിലേക്ക് കടക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. മുസന്തം വെറും ഒരു മണൽ മരുഭൂമിയല്ല, അത് കഠിനമായ ഹാജർ മലനിരകളുടെ ഭാഗമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്ററിലധികം ഉയരമുള്ള മലനിരകളാണിവിടെ. ഇവിടെ ഒരു കനാൽ നിർമ്മിക്കുക എന്നാൽ മണൽ നീക്കം ചെയ്യുക എന്നല്ല, മറിച്ച് കൂറ്റൻ മലകൾ വെട്ടിമുറിക്കുക എന്നാണ് അർത്ഥം. മോഡേൺ ടാങ്കറുകൾക്ക് കടന്നു പോകാൻ ഈ കനാൽ വളരെ വലുതും ആഴമുള്ളതുമായിരിക്കണം. കോടിക്കണക്കിന് ടൺ പാറകൾ പൊട്ടിച്ചു നീക്കേണ്ടി വരും. ഇതിന്റെ പരിസ്ഥിതി ആഘാതം വളരെ വലുതായിരിക്കും. ചിലവ് 100 കണക്കിന് ബില്യൺ ആകും. താരതമ്യം ചെയ്താൽ പനാമ കനാൽ വിപുലീകരണത്തിന് ഏകദേശം $5 ബില്യൺ മാത്രമാണ് ചിലവായത്. മുസന്തം കനാൽ ഇതിന്റെ അനേകം മടങ്ങ് ചിലവ് വരും. എഞ്ചിനീയറിംഗ് വെല്ലുവിളികൾക്ക് പുറമെ രാഷ്ട്രീയം മറ്റൊരു തടസ്സമാണ്. മുസന്തം ഒമാന്റെ ഭാഗമാണ്. നിലവിൽ ഇങ്ങനെ ഒരു കനാൽ നിർമ്മിക്കാൻ അവർക്ക് പദ്ധതികളില്ല. ഇതൊരു വലിയ അന്താരാഷ്ട്ര സഹകരണം ആവശ്യമായ പദ്ധതിയാണ്. കൂടാതെ ഒരു കനാൽ നിർമ്മിച്ചത് കൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടാലോ ആക്രമണമുണ്ടായാലോ കനാലും അടഞ്ഞു പോകാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ ആശയം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത്? കാരണം നമ്മുടെ ഗ്ലോബൽ ട്രേഡ് ഭൂപ്രകൃതിയെ അത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മുസന്തം കനാൽ എന്നത് ഭൂപ്രകൃതിയെ തന്നെ മാറ്റി വരയ്ക്കാനുള്ള ഒരു വലിയ സ്വപ്നമാണ്. പക്ഷേ മലകൾ മാറ്റുന്നത് പ്രയാസകരമാണ്. രാഷ്ട്രീയം അതിലും കഠിനമാണ്. തൽക്കാലം ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ എന്നാൽ റിസ്ക് ഉള്ള പാതയായി തന്നെ തുടരുന്നു.